ഹലോ, വെൽക്കം ടു ലേൺ നൗ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് LDC അല്ല മെൻ്റൽ എബിലിറ്റി എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനു ഒരു വരിയിൽ മുൻപിൽ നിന്നും 25-ാമതും. അനു ഒരു വരിയുടെ മുന്നിൽ നിന്നും എത്രയാണ്? 25-ാം സ്ഥാനത്താണ്. മുന്നിൽ നിന്ന് പുറകിൽ നിന്നും 25-ാമത് നിൽക്കുന്നു. അതായത് മുന്നിൽ നോക്കിയാൽ 25, പുറകിൽ നിന്ന് നോക്കിയാൽ ആളുടെ സ്ഥാനം എത്രയാ? 25 അനുവിന്റെ സ്ഥാനം. എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട് എന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരൊറ്റ ആളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ, മുന്നിൽ നിന്ന് അനു 25, പിന്നിൽ നിന്ന് അനു 25 എന്നാണ് പറയുന്നതെങ്കിൽ രണ്ടും കൂടെ കൂട്ടുക -1. രണ്ടും കൂടെ കൂട്ടിയ 25 എത്രയാ? 50. 50 -1 ആണ്. അതായത് 49 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ നോക്കൂ. 50 തന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 50ലേക്ക് ചാടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ മുന്നിൽ നിന്നും ഒരേ ആളുടെ സ്ഥാനം, ഒരു പെർട്ടിക്കുലർ ആളുടെ സ്ഥാനം മുന്നിൽ നിന്നും ഇത്രയാണ്, പിന്നിൽ നിന്നും ഇത്രയാണ് എങ്കിൽ മൊത്തം ആളുകളുടെ എണ്ണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടുക, -1 ചെയ്യുക. 49 ഓപ്ഷൻ ഡി ആണ് ആൻസർ. എപ്പോഴും നമ്മൾ എക്സാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നുകൂടെ ചെയ്യണം കേട്ടോ. കാരണം നമ്മളെ ചിലപ്പോൾ ഇത് ശരിയാണോ പറഞ്ഞുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി രണ്ടാമത് ഒന്നുകൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഫസ്റ്റ് ഓപ്ഷൻ അവർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും നമ്മളെ തെറ്റിക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഒന്നാമത്തെ ഓപ്ഷനിൽ ഉണ്ടാവുക. എപ്പോഴും അങ്ങനെ വരുന്നല്ല, പക്ഷെ ഭൂരിഭാഗം അങ്ങനെ കാണാറുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2021 ഓഗസ്റ്റ് 15 ഞായറായാൽ ആ വർഷം ക്രിസ്മസ് ഏത് ദിവസമാവും? അപ്പോൾ ഇതിന്ന് ആ വർഷം ക്രിസ്തുമസ് ഏത് ദിവസമായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തുമസ് ഡിസംബർ 25 എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തണം അല്ലേ? അപ്പോൾ ഇനി ഡിസംബർ 25 ഏത് ദിവസമാണ് കണക്കാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓഗസ്റ്റ് 15 ഞായറാണെന്ന് നമ്മൾക്കറിയാം. ഓക്കെ, ഇനി ഓഗസ്റ്റിൽ ഇനി ബാക്കി എത്ര ദിവസമുണ്ട്? നമ്മൾ ഇനി ഡിസംബർ വരെയുള്ള മാസങ്ങളിലുള്ള ദിവസങ്ങളൊക്കെ ഇനി കണക്കാക്കണം. ഓഗസ്റ്റ് 15 കഴിഞ്ഞാൽ ഓഗസ്റ്റ് 31 ദിവസമുണ്ട്. അപ്പോൾ ബാക്കി 16 ദിവസമുണ്ട്. സെപ്റ്റംബർ 30 ദിവസമുണ്ട്. ഒക്ടോബർ 31 ദിവസമുണ്ട്. നവംബർ 30 ദിവസമുണ്ട്. ക്രിസ്തുമസ് 25-ാം തീയതി വരുന്നത്. അപ്പോൾ ആ 25 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ എടുത്തു. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 132 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 132-നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 7 ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടുക എന്നുള്ളത് നോക്കാം. അത് ഡിവൈഡ് ബൈ 7 ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എത്ര കിട്ടുക? റിമൈൻഡർ 6 ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണ. അപ്പം ഞായറല്ലേ? ഓക്കെ, അപ്പോൾ ഇനി 6 എന്ന് പറയുന്ന സമയത്ത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, അപ്പോൾ 6 എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? ശനിയാണ് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിൽ സമയം 8 മണിന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക്. ക്ലോക്കിൽ സമയം എത്ര പറയുന്നത്? ഇത് 9, ഇത് 6, ഇത് 7, ഇത് 8. 8 മണി പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും, വലിയ മുള്ള ഇവിടെ വരും, 12-ലും വരും അല്ലേ? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് ചോദിക്കുന്നത്. അപ്പം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ഈ കോണളവ് എത്രയെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചോദ്യം കിട്ടിയ വളരെ എളുപ്പമാണ്. ഇവിടെ നിന്ന് ഈ 9 വരെ ഉള്ളത് ഇത് 90 ഡിഗ്രി അല്ലേ? നോക്കൂ, ഈ പോയിന്റ് വരെ എത്രയാ? അത് 90 ഡിഗ്രി അല്ലേ? ഓക്കെ, 90 ഡിഗ്രി പ്ലസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഇത് 30. ഈ ഓരോന്ന് എത്രയായിരിക്കും? 30 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി ആയാലേ 90 ആവുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90 + 30 = 120 ഡിഗ്രിയാണ് 8 മണി എന്ന് പറയുന്ന സമയത്ത്. 8:05 8:10 എന്നൊക്കെ ആകുമ്പോൾ ഇതിനേക്കാളും വേരിയേഷൻ വരും കേട്ടോ. ഇത് കറക്റ്റ് വാല്യൂ തന്നതുകൊണ്ട് 120 ഡിഗ്രിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, HES 3 അക്കങ്ങളാണ്. 3 അക്കങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ HE × HE ചെയ്തപ്പോൾ SHE കിട്ടി. അങ്ങനെയെങ്കിൽ ഈ എസും എച്ചും ഇയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ നമ്പർ, ഒരു ഇരട്ട സംഖ്യ, ആ ഇരട്ട സംഖ്യ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇരട്ട സംഖ്യയിലുള്ള ആ ഇരട്ട സംഖ്യ നമുക്ക് അറ്റത്ത് വരുന്നുണ്ട്, അതിന് മുന്നിലുള്ള സംഖ്യ മാത്രം മാറുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താവാനാണ് സാധ്യത എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ചാൻസ് എടുക്കണം. നമുക്ക് ഓപ്ഷനൊക്കെ നോക്കുന്ന സമയത്ത് 25, 625 എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ലെറ്റർ ആണെന്നുള്ളത് നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. നമുക്കിത് 15 × 15 ചെയ്ത് നോക്കാം.
15 × 15 ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ 5 5 25 1 × 2 അപ്പൊ 225 ഇത് വരിക അല്ലെ. അപ്പൊ 225 വരുമ്പോൾ ശരിയാവില്ല. കാരണം SHE വരുമ്പോൾ മൂന്ന് ലെറ്റേഴ്സ്. അപ്പൊ അപ്പൊ ഇവിടെ 2 റിപ്പീറ്റ് ചെയ്ത് വന്നോണ്ട് ഇത് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ 25 നോക്കാം. 25 × 25 പറയുമ്പോൾ എങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കുക? അതായത് 25ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആദ്യം 5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക അല്ലെ. അത് 25. 2ന് തൊട്ടടുത്തുള്ള സംഖ്യ 3, മുഖ 2 6. അപ്പൊ 625 അതിന്റെ വാല്യൂ. അപ്പൊ 625 നമുക്കൊരു ചാൻസ് കാണുന്നുണ്ട്. എന്ത്? SHE അങ്ങനെ ആവാനൊരു ചാൻസ് ഉണ്ട്. കാരണം 3 ലെറ്റേഴ്സ് ആണ്. അത് 3ഉം ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് 625 നമുക്ക് SHE എന്ന് എടുക്കുക. അങ്ങനെ ഒരു ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എസും എച്ചും ഇയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വരാന്ന് ചോദിക്കണം. അപ്പൊ 5ഉം 2ഉം 7, 7ഉം 6ഉം 2 12 1 13 ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കണ്ടോ, നമ്മൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് നന്നായി നോക്കുക. ഓപ്ഷൻസ് നമുക്ക് ഒരു വകതിരിവില്ലാത്ത ഓപ്ഷൻസ് എന്തായാലും അവിടെ ഇടില്ല. നമുക്ക് എവിടെയോ ആൻസർ കിട്ടാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ 625 എന്ന് കാണുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പിന്നെ ഈ 25 ഒക്കെ അവിടെ വരണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ അവിടെ നമുക്ക് അവർ വെച്ചതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവാന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ചിലർക്ക് അങ്ങനെ കിട്ടിയ 625 പറഞ്ഞ വേഗം ഇവിടെ ടിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ അതല്ല നമ്മുടെ ചോദ്യം. എസും എച്ചും ഇയും കൂടെ കൂട്ടിയതാണ് നമ്മളുടെ ഉത്തരം കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ആൻസർ എത്ര? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പാർക്കിംഗ് ഏരിയയിൽ നിന്നും 2 കാറുകൾ ഒരേ സമയം പുറപ്പെടുന്നു. 2 കാറുകൾ എ ബി എന്ന് പറഞ്ഞ 2 കാറുകൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരേ സമയം അവരെന്ത് ചെയ്യണം? പുറപ്പെടാണേ. ഒന്ന് 6 കിലോമീറ്റർ വടക്കോട്ടാണ്. ഒരാള് ഇതാണ് വടക്ക്, ഇതാണ് തെക്ക്, ഇതാണ് കിഴക്ക്, ഇതാണ് പടിഞ്ഞാറ് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ വന്നിരിക്കുന്നത്? ഒരു കാർ 6 കിലോമീറ്റർ വടക്കോട്ട് പോയി എന്നാ പറയണ അല്ലെ. ഒരു കാറ് 6 കിലോമീറ്റർ വടക്കോട്ട് പോയി, 6 കിലോമീറ്റർ പോയി. മറ്റൊരു കാറ് 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി, 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. 6നേക്കാളും കുറച്ച് വലുതായിരിക്കണം 8. ഓക്കെ, 6ഉം 8ഉം ആണെന്നുണ്ടെങ്കിൽ കാറുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അകലം ചോദിച്ചാൽ ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇത് മട്ടത്രികോണം അല്ലേ. പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇവിടെ കർണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? √8a² പ്ലസ് 6a² ചെയ്താൽ പോരെ. 8a² എന്ന് പറയുന്നത് 64, 8 64, 6 36. ഇത് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? 64 36 ചേർന്ന് നമുക്ക് 100 കിട്ടുമോ? 100 എന്ന് പറയുന്നതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് 10 ആണോ കിട്ടുക? 10 കിലോമീറ്റർ ഓപ്ഷനിലുണ്ടല്ലോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിട്ടുപോയ അക്കം പൂരിപ്പിക്കുക. തന്നിരിക്കുന്നതിൽ വിട്ടുപോയിട്ടുള്ള അക്കാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സീരീസ് വരുന്ന സമയത്ത് നമ്മൾക്ക് ആകെ ഒരു അങ്കലാപ്പ. 4 കഴിഞ്ഞ 10, 10 കഴിഞ്ഞ 6, 6 കഴിഞ്ഞ 13 ഒരു ബന്ധമില്ലാത്തതാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള തന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ആദ്യം ഈ ഇടയ്ക്കുള്ളതിനൊന്ന് ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ 4ന് 2 കൂട്ടിയ 6. ഓക്കെ, 4ന് 2 കൂട്ടിയ 6, 6ന് 2 കൂട്ടിയ 8. ഓക്കെ, അതുവരെ ശരിയാണ് അല്ലെ. ഇനി 10 13 പറഞ്ഞ് ഇങ്ങനെ പോവാം. അപ്പൊ 10ന് 3 കൂട്ടിയാൽ 13, 13ന് 3 കൂട്ടിയാൽ 16. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ ഇങ്ങനെ സീരീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ഒരേപോലെ. ഇപ്പോൾ എന്തായാലും ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തരില്ല. നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത്, അതായത് റീസണിങ് പഠിക്കുന്ന സമയത്ത് സ്ക്വയേഴ്സ് പഠിക്കണം. ഓക്കെ, 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ ഒക്കെ കാണാതെ പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സീരീസ് കാണുമ്പോൾ നമുക്ക് മിന്നും. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ ലെറ്റർ. ഇപ്പൊ 625 എന്നൊക്കെ പറയുമ്പോൾ അത് ഏതിന്റെ സ്ക്വയർ ആണെന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും മിന്നും. അപ്പൊ സ്ക്വയറും ക്യൂബും നമ്മൾ കമ്പൽസറി പഠിക്കണം. സ്ക്വയർ ഒരു 30 വരെ പഠിച്ചാൽ നല്ലത്. ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഒരു 15 വരെയെങ്കിലും ക്യൂബ് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ വരില്ല, പക്ഷെ അങ്ങനെ പഠിക്കുന്നത് നമുക്ക് പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടും. കുറച്ച് ടഫായിട്ടുള്ള എക്സാം വന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 8+2 ചെയ്തപ്പോൾ 610, 9+5 ചെയ്തപ്പോൾ 414. അങ്ങനെയാണെങ്കിൽ 8+7 ചെയ്താൽ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ടോ? പെട്ടെന്ന് അങ്ങോട്ട് മിന്നില്ല. കാരണം തന്നിരിക്കുന്ന 2 ചെറിയ നമ്പർ, പിന്നെ അങ്ങനെ ഒരു വലിയ നമ്പർ, പിന്നെയും ചെറിയ നമ്പർ, പിന്നെ വലിയ നമ്പർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. ശ്രദ്ധിക്കുക, 8ഉം 2ഉം നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 6 കിട്ടുമോ? 8ന് 2 പോയ 6 അല്ലേ? 8ന് 2 കൂട്ടിയ 10 അല്ലേ? 610 കിട്ടിയോ? ഓക്കെ, അതുപോലെ
9 5 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടുമോ? 9 5 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 14 കിട്ടുമോ? 414 കിട്ടിയില്ലേ? ഇങ്ങനെയായിരിക്കും ഇതുപോലുള്ള ചോദ്യങ്ങൾ സാധാരണ വരിക കേട്ടോ. അപ്പൊ 8 7 കുറയ്ക്കുമ്പോൾ നമുക്ക് 1 കിട്ടുമോ? 8 7 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ അത് 7 14 15, അങ്ങനെ 115. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇനി മുതൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ചിന്തിക്കാൻ നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കും, ചിലപ്പോൾ ഇതിന്റെ പകുതി, ഇതിന്റെ ഇരട്ടി, അങ്ങനെയൊക്കെ രീതിയിലും ചോദിക്കാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്ലസും മൈനസും അല്ലാണ്ട് ഇരട്ടിയും പകുതിയൊക്കെ ആയിട്ടും ചിലപ്പോൾ അപ്പുറത്ത് ലെറ്റേഴ്സ് വരാറുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായിട്ട് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ചിലപ്പോൾ സ്ക്വയർ ആയിരിക്കും ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ വരാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 125 25 64 എന്ത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സ്ക്വയറും ക്യൂബൊക്കെ നിങ്ങൾ പഠിക്കുന്നതിന് ഗുണം ഇവിടെ വരാം. അപ്പോൾ 5ന്റെ സ്ക്വയർ എന്താ? 25, 5 25. ഇതിന് ഇനി ഒരു ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5 ക്യൂബ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 125 ആയിരിക്കും. ഓക്കെ, ഇനി 64 പറയുമ്പോൾ 4 സ്ക്വയർ പറയുന്നത് എത്രയാ? 16. 4 ക്യൂബ് പറഞ്ഞ എത്രയാ? ഈ 16ന്റെ കൂടെ 4 കൂടെ കൂട്ടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 64 കിട്ടും. നോക്കൂ, ഇത് 5 ക്യൂബ് 5 സ്ക്വയർ ആണെങ്കിൽ അല്ലേ, ഇത് 5 ക്യൂബ് ആണ്, ഇത് 5 സ്ക്വയർ ആണ്. അപ്പൊ 64 എന്ന് പറയുന്നത് 4 ക്യൂബ് ഇവിടെ എന്തായിരിക്കും? 4 സ്ക്വയർ ആയിരിക്കും. 4 സ്ക്വയർ എത്രയാണ്? അത് 16 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ട് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് നമ്മുടെ ആൽഫബറ്റ്സ് ABCD EFG HH KLMNOP അങ്ങനെ സെഡ് വരെയുള്ളത് 1 മുതൽ 26 വരെ എഴുതുക. തിരിച്ച് സെഡിന്ന് ഇങ്ങോട്ടേക്ക് 1 മുതൽ 26 വരെ, അതായത് സെഡ് 1ഉം A 26 വരെ ഇങ്ങനെയും തിരിച്ചു എഴുതുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഡോഗ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് എന്ന ഡോഗിന്റെ സ്ഥാനം നോക്കിയേ. ലെഫ്റ്റ് എന്ന ഡോഗ് എത്രയാ? 4ാം സ്ഥാനത്താണല്ലോ. അതേ 4ാം സ്ഥാനത്ത് ഇവിടെ റൈറ്റ് എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ആരാ? W, അതല്ലേ വരുന്നത്. അപ്പോൾ ഡിയും ഡബ്ല്യൂയും വന്നു. ഓക്കെ, അതേപോലെ GT എങ്ങനെ വരിക? G എന്ന് പറയുന്നത് ലെഫ്റ്റ് എന്നതാ 7 ആണ്. അതുപോലെ റൈറ്റ് എന്ന 7 ആരാണ് നോക്കൂ? ഇതാ T അല്ലേ, നോക്കൂ. അപ്പോൾ Gയും T എന്ന് പറയുന്നത് കിട്ടി. അപ്പം നമുക്ക് മനസ്സിലായി ലെഫ്റ്റ് എന്നുള്ളതും റൈറ്റ് എന്നുള്ളതും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് എളുപ്പമല്ലേ. കാറ്റ് C എന്ന് പറയുന്നത് 3ാം സ്ഥാനത്തുള്ളതാണ്. അപ്പൊ സിക്ക് ഇവിടെ 3ാം സ്ഥാനത്ത് ഇവിടെ താഴത്ത് ആരാളുള്ളത്? അത് X ആണ്. അപ്പൊ സിന്റെ താഴെ ആരാ വരിക? X ആണ് വരിക. ടീന്റെ സ്ഥാനത്ത് ആരാണ് വരിക? ടിക്ക് കറസ്പോണ്ട് ചെയ്യാൻ നമുക്ക് G ആണെന്ന് കിട്ടി അല്ലേ. അപ്പൊ Xഉം Gയും. ഓക്കെ, A എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ റൈറ്റ് എന്ന് A എന്ന് പറയുന്നത് എന്താണ്? അത് Z ആണ്. അപ്പൊ X Z G ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? Z X G എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്യൂബിൽ നിന്നും തോമസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തോമസ് മുന്നിൽ നിന്നും 9, പിന്നിൽ നിന്നും 8 ആയാൽ ക്യൂവിലുള്ള ആളുകളുടെ എണ്ണം എത്ര എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് മാർക്കോ രണ്ടും കൂടെ കൂട്ടുന്നു അല്ലേ. 2 8 16 1 17, രണ്ടും കൂടെ കൂട്ടി 17 കിട്ടി. അതിന് എന്ത് ചെയ്തു? ഒരാൾ നമ്മൾ കുറയ്ക്കുന്നു. 17 ൽ 1 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഓപ്ഷൻ 16 ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമുക്ക് 16 തന്നിരിക്കുന്നത് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ചില സമയത്ത് നമ്മൾക്ക് തൊട്ടപ്പുറത്ത് 17 കാണുമ്പോൾ നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ ആലോചിക്കും. പക്ഷെ അങ്ങനെ രണ്ടാമത് ഒന്നുകൂടെ ചെയ്യുന്നത് നല്ലതാണ്, നമ്മളുടെ കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അധികം കണ്ട ടൈം ലാസ്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി നമ്മൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു ഇതുപോലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.